നമ്മളിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ബോട്ടാണ്, ഒരു വർക്കിംഗ് മോഡൽ ബോട്ട്, ഒരു ടോയ് പോലെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സ്കൂളിലെ കുട്ടികൾക്ക് ഈ സംഭവം പ്രൊജക്റ്റ് വൈസിൽ ഈസി ആയിട്ട് സെറ്റപ്പ് ചെയ്തെടുക്കുക. അധികം വലിയ ടെക്നോളജി കാര്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും വന്നിട്ടൊന്ന് ലൈക്ക് അടിച്ചിട്ടൊന്ന് തംസ് തരാം. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ പരിപാടി തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു തകിടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പീസോ ലൈറ്റ് വെയിറ്റ് ആയ പീസ് എടുക്കുക. എന്നിട്ട് ആ സാധനം ഒരു ഫാനിൻ്റെ ഷേപ്പിൽ ഇതേപോലെ കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലത്തെ ഒരു തെർമാക്കോളിൻ്റെ പീസ് എടുക്കുക. കുറച്ച് നീളത്തിലുള്ള പീസാകുമ്പോൾ കുറച്ചുകൂടി സൗകര്യമായിട്ട്. അപ്പോൾ ആ പീസ് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. അതിപ്പോൾ ഏതോ ഒരു പുറത്തുനിന്ന് കിട്ടിയ പീസാണ്, നമ്മൾ വാങ്ങിയൊന്നുമല്ല. എന്നിട്ട് ആ ഷേപ്പ് തെർമാക്കോളിൽ നമുക്കൊരു ബോട്ടിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുക. അതായത് ബോട്ടിൻ്റെ അടിഭാഗമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു പേന വെച്ചാൽ എന്തെങ്കിലും മാർക്കർ സംഭവം വെച്ചിട്ട് അതിൻ്റെ ബോട്ടിൻ്റെ ഒരു ഷേപ്പ് അതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് ആ ഷേപ്പ് നമ്മൾ ആ ഷേപ്പ് വരച്ചിട്ട് ആ സംഭവം നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക ചെയ്യുക. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ തെർമാക്കോൾ ഒരു ബോട്ടിൻ്റെ അടിഭാഗമാണ് കേട്ടോ. അപ്പോൾ അടിഭാഗത്ത് എന്തൊക്കെയാ ഒരു എന്താ പറയുക, ഒരു കോർപ്പുള്ളൊരു പീസ് കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ വരച്ച ഭാഗം മാത്രം അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്ത പീസ്. അപ്പോൾ ഇത് ശരിക്കും കട്ട് ചെയ്യുന്ന വരയ്ക്കുന്ന സംഭവങ്ങളൊക്കെ കൂടി ആഡ് ചെയ്ത് കയറുകയാണെങ്കിൽ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ ആ സംഭവം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി ഒരു ഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുക. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഒന്ന് എന്താ ഒരു ഒരയുള്ള ഇവിടെ ഒരു വുഡിലോ തറയിലോ ഒക്കെ വെച്ചിട്ടൊന്ന് ഒരതിയിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ട് കറക്റ്റ് ഒരു ഫ്ലോ മാതിരി ബോട്ടിൻ്റെ അടിഭാഗം വെള്ളത്തിൽ ഇങ്ങനെ എന്താ ചെയ്യുക, ഇങ്ങനെ പോകണം. അപ്പോൾ ആ ഒരു ഷേപ്പിൽ എന്ത് ചെയ്യുക, ഒന്ന് ഉരച്ച് സെറ്റാക്കിയിട്ട് എടുക്കുക. നമ്മളെന്താ വെച്ചാൽ ഇങ്ങനത്തെ ലോക്കൽ പീസ്, അതായത് ഫ്രഷ് പീസൊന്നല്ല ശരിക്കും തെർമാക്കോൾ. അപ്പോൾ നമ്മൾ പ്രൊപ്പല്ലർ ഉപയോഗിച്ചപ്പോഴും കണ്ടില്ല, അതൊന്നും ഫ്രഷ് അല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 0 ബഡ്ജറ്റിൽ നമുക്ക് ലഭ്യമായ സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് സംഭവം സെറ്റപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഉരച്ച് വന്നിട്ട് എന്താ നല്ലൊരു ഫിനിഷിങ് സാധനം സെറ്റായി. ഇനി ഇതേപോലത്തെ ഒരു പീസ്, അതായത് ഇതിപ്പോൾ ബോട്ടിൻ്റെ അടിഭാഗമാണ് ആയത്. അപ്പോൾ ഇതേപോലത്തെ ഒരു പീസ് ഒന്നുകൂടി തെർമാക്കോൾ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ കട്ട് ചെയ്ത പീസ് എന്ത് ചെയ്യുക, നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മളെ ബോട്ടിൻ്റെ ബോഡി ഇത്രയാണ്. അപ്പോൾ ബോഡിയുടെ പണി കഴിഞ്ഞ് ഇനി ബാക്കി നമ്മൾ എൻജിൻ്റെ പാർട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് എന്ത് ചെയ്യുക, ബോട്ടിൻ്റെ ഒരു പവർ സോഴ്സ് ആയിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 9 വോൾട്ടിൻ്റെ ബാറ്ററി. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഏകദേശം 15 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ 9 വോൾട്ടിൻ്റെ ബാറ്ററി, പിന്നെ ഒരു മിനി മോട്ടർ, പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്ത പ്രൊപ്പല്ലർ. ഈ 2 സംഭവം വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നേ നമ്മൾ ഇതുപോലെ ഒരു ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയ ആ സംഭവം, അതായത് ആ ബോഡി ഒന്ന് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ച് നോക്കുക. കറക്റ്റ് ഇങ്ങനെ എന്താ ഈക്വലായിട്ട് സെൻറ്ററിൽ നിൽക്കുന്നുണ്ടോ നോക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ബാറ്ററി പറയുമ്പോൾ കുറച്ച് വെയിറ്റ് കൂടിയ സാധനമാണ്. അതിപ്പോൾ കറക്റ്റ് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഏത് ഭാഗത്ത് വെച്ചാലാണ് ആ ബോട്ട് കറക്റ്റ് വെള്ളത്തിൽ അതായത് സെൻട്രലൈസ് ആയി നിൽക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യണം. അപ്പോൾ ഒന്ന് വെച്ച് നോക്കുക. അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആ ഭാഗം കറക്റ്റ് സെൻറ്ററിൽ വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇനി വരുന്നത് എൻജിൻ്റെ പണിയാണ്. എൻജിൻ്റെ പണി നമുക്ക് നേരെ നമ്മുടെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോട്ടിലേക്ക് ഇനി നമ്മൾ മിനി മോട്ടർ പ്ലേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പ്ലേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അത് മിനി മോട്ടർ ചിരിച്ചിട്ട് ഇറക്കണം. കാരണം ഈ ബോട്ടിൻ്റെ പ്രൊപ്പല്ലർ അഥവാ ഫാൻ വരുന്നത് ബോട്ടിൻ്റെ ഈ ഭാഗത്ത് താഴെ ഭാഗത്താണ്. അപ്പോൾ ആ താഴെ ഭാഗത്തേക്ക് കറക്റ്റ് ഷേപ്പിൽ എന്ത് ചെയ്യുക, ആ മോട്ടറിന് അതിലേക്ക് ഇറങ്ങി നിൽക്കാൻ പാകത്തിനൊന്ന് മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം അത്രയും ഭാഗം കട്ട് ചെയ്ത് മാറ്റുക. ആ കട്ട് ചെയ്ത ഒരു ചെറിയൊരു കുഴി പോലത്തെ ഒരു സംഭവം ഉണ്ടാക്കുക, അതിലേക്ക് ഇത് ഇറക്കി വെക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ബോട്ട് എന്താ വെച്ചാൽ വാട്ടർ പ്രൂഫായിട്ടാണ് ഉണ്ടാക്കുന്നത്. കാരണം ഇത് വെള്ളത്തിലൂടെ പോകുമ്പോൾ എങ്ങനെയാണ് മറിഞ്ഞാൽ നമ്മളെ സർക്യൂട്ടിലേക്ക് അതിൻ്റെ മോട്ടറിലേക്കൊക്കെ വെള്ളം കയറിയത് എന്താ ചെയ്യുക, നമ്മളെ ബോട്ടിനെ ബാധിക്കുമ്പോൾ അത് വൻ തകരാറിലേക്ക് പോകും. അപ്പോൾ നമ്മൾ മോട്ടർ ചെയ്ത് അതേപോലെ തന്നെ ബാറ്ററി അതിലേക്ക് സ്പേസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അത്രയും ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ബാറ്ററി ഇറക്കി വയ്ക്കുക. അപ്പോൾ ബാറ്ററി നമ്മൾ കറക്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ആ ലെയർ ഫോം ചെയ്തില്ല. അപ്പോൾ ആ ലെയർ ഫോം ചെയ്തതിൻ്റെ ചെറിയ സ്പേസ് കാണാം. നമ്മൾ അത് ഒട്ടിച്ചെടുത്തത് ഫെവിക്കോൾ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എന്താ പറയുക എക്സ്ട്രാ ഉള്ള സ്പേസ് നമ്മളെന്താ ഗ്ലൂ ഗൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഈ ഗ്ലൂ ഗണിൻ്റെ ആ ഗ്ലൂ അതിൽ ഒട്ടിച്ചാൽ തെർമാക്കോൾ ഉരുകി പോകും. അപ്പോൾ എന്താ ചെയ്യുക, ടെമ്പറേച്ചർ കുറച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്ന് വെച്ചാൽ ഒരു ഇതുപോലെ
ഒരു ഷോൾഡറിങ് അയൺ ചൂടാക്കിയിട്ട് ഇതുപോലെ ഗ്ലൂ ഇങ്ങനെ എടുത്തിട്ട് അതിൻ്റെ സൈഡിൽ ഇങ്ങനെ തേച്ച് കൊടുത്താൽ അതെന്ത് ചെയ്യും ഒന്ന് കവർ ചെയ്യും. അപ്പോൾ അധികം എന്താ പറയുക ടെമ്പറേച്ചർ കൂടരുത്, അധികം കൂടിയാൽ അത് ഉരുകി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മളെ മോട്ടറും ബാറ്ററിയും തമ്മിലുള്ള കണക്ഷൻ ഫോം ചെയ്യാൻ പോകുന്നത് സാധാരണ നമ്മൾ വയറാണ് എടുക്കാറ്. ഇവിടെ ഇപ്പോൾ വയറിന് പകരം നമ്മൾ കമ്പി എടുത്ത്, കമ്പി ആകുമ്പോൾ കറക്റ്റ് നമ്മൾ തെർമാക്കോളിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് കണക്ഷൻ കൊടുക്കുക. അപ്പോൾ മോട്ടറിൻ്റെ 2 സൈഡ് ടെർമിനലിലും നമ്മൾ കമ്പി വെച്ചിട്ട് കണക്ഷൻ ഫോം ചെയ്യുക. അതുപോലെ തന്നെ ബാറ്ററിയുടെ 2 ടെർമിനലിലും കമ്പി വെച്ചിട്ട് കണക്ഷൻ ഷോൾഡ് ചെയ്ത് ഫോം ചെയ്യുക. ഒരു ഭാഗം മാത്രം കട്ട് ചെയ്ത് വിടുക. ആ സ്ഥലത്താണ് നമ്മൾ സ്വിച്ച് ഫോം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇതിൻ്റെ പ്രീവിയസ് ആയിട്ട് നമ്മളൊരു ഹെലികോപ്റ്ററിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ സെയിം സർക്യൂട്ടിന്. അപ്പോൾ വീഡിയോ കാണാത്തവർക്ക് ലിങ്ക് ഇത് അവിടെ ഉണ്ടാവും. അപ്പോൾ അത്രയൊക്കെയാണ്. അങ്ങനെ നമ്മൾ കണക്ഷനൊക്കെ ഫോം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ താഴെ നമ്മൾ ആ പ്രൊപ്പലർ കൂടെ വെച്ചാൽ മതി. പിന്നെ സ്വിച്ച് വെക്കാനുള്ളൊരു ഭാഗം 2 കമ്പി ഇതാ പുറത്തേക്ക് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ശരിക്കും ഒരു സ്വിച്ചും കൂടെ വെക്കുകയാണെങ്കിൽ ഉഷാറാവും. കാരണം നമുക്ക് സ്വിച്ച് വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ആ കമ്പി തമ്മിലൊന്ന് ടച്ച് ചെയ്യുന്ന രീതിയിൽ സ്പ്രിംഗ് ഒക്കെ വെച്ചിട്ട്. ഇപ്പോൾ നമ്മുടെ മോട്ടറിൻ്റെ ഭാഗം അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററിയുടെ ഭാഗം കുറച്ച് ഭാഗം പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗത്തേക്ക് നമ്മൾ വീണ്ടും ഒരു ചെറിയൊരു തെർമാക്കോളിൻ്റെ പീസ് വെച്ചിട്ട് അതും കവർ ചെയ്യാൻ പോകും. നേരത്തെ നമ്മൾ കട്ട് ചെയ്യില്ല, അപ്പോൾ അതിനേക്കാളും ചെറിയൊരു പീസ് ഇതിങ്ങനെ ഒരു ലെയർ പോലെ 3 അട്ടിയുമായിട്ടാണ് ഇത് എന്താ പറയുക ഇതിൻ്റെ സെറ്റപ്പ്. അപ്പോൾ അതുപോലത്തെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഗ്ലൂ ഗണ്ണോ മറ്റേ എന്തെങ്കിലും ഫെവിക്കോളോ വേണ്ട, ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തത്. സോ ഫൈനൽ അപ്പോൾ നമ്മുടെ ഫുൾ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ച പ്രൊപ്പല്ലറൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളെ ബോട്ടിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ആണ്. അപ്പോൾ ഇത് ഒരു ഒഴുക്കുള്ള സ്ഥലത്താണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത്. നമുക്ക് ഒഴുക്കില്ലാത്തൊരു സ്ഥലത്ത് പോയിട്ടൊന്ന് വെച്ച് നോക്കുക. അപ്പോൾ സംഭവം റൺ ആവുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയിൽ കുറച്ച് ചാർജ് കുറവായതുകൊണ്ടല്ല, ഞാൻ അതിന് മുന്നേ കുറേ ഒന്ന് റൺ ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് സ്പീഡ് ഇത്തിരി കുറഞ്ഞത്. അപ്പോൾ സംഭവം സക്സസ്ഫുള്ളാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയുള്ള നമ്മളെ ഇന്നത്തെ വീഡിയോ. ഒരു കിടിലൻ ക്രിയേറ്റീവ് ഐഡിയ ആയിട്ട് നമുക്കിനി നെക്സ്റ്റ് കാണാം. ഓക്കെ, കേട്ടോ നമുക്ക് പ്ലാസ്റ്റിക് വെച്ച് ഉണ്ടാക്കിയാലോ? പ്ലാസ്റ്റിക് വേണ്ടടാ. അവിടെ ഒരു തകിടുണ്ട്, അത് നിർത്തി വയ്ക്കില്ല. ഈ ആ വടി എടുത്ത നമുക്ക് ആ വടി കൊണ്ട് ആ തകിടൊന്ന് പൊക്കി വെക്കാം. ഈ പാത്രം കൊണ്ടൊക്കെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് സീനാണ്. ഇവിടെ 2 ഉണ്ടല്ലോ, അതെടുക്കുക, ആ വലുതെടുക്കല്ലേ. ഇതൊക്കെ കട്ട് ചെയ്ത് ഉണ്ടാക്കാൻ പഠിച്ചോ. നോക്കുക, ഒരു കൈ നോക്കുക, ചിലപ്പം പിടുത്തം വിടും, ചിലപ്പം എന്തെങ്കിലുമൊക്കെ ആവും.